എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. 2 ദിവസമായിട്ട് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. പല പല തിരക്കുണ്ടായിരുന്ന കൊണ്ട് തന്നെ ആണ്. പിന്നെ നല്ലൊരു കണ്ടൻ്റ് ഒന്നും കിട്ടിയില്ല. എന്നാൽ ഇന്നിപ്പോൾ നല്ലൊരു കണ്ടൻറ്റ് കിട്ടിയിട്ടുണ്ട്. അതായത് താറാവ് മുട്ട വാങ്ങി ഒരാൾക്ക്, അയാൾ താറാവ് മുട്ട വർക്കലയിൽ നിന്ന് വാങ്ങി, തിരുവനന്തപുരം ജില്ലയിൽ വർക്കലയിൽ നിന്ന് വാങ്ങി. അയാൾ ആറ്റിങ്ങൽ സ്വദേശിയാണ്. അദ്ദേഹത്തിൻ്റെ പേര് ലാൽ എന്നാണ്. അപ്പോൾ അദ്ദേഹം ഈ ആറ്റിങ്ങലിൽ നിന്ന് കുറച്ച് താറാവ് മുട്ട, ഒരു 3-4 താറാവ് മുട്ട വാങ്ങി. എത്രയാണെന്ന് എനിക്കറിയത്തില്ല. വാങ്ങി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു വീട്ടിൽ കൊണ്ട് ഈ പുഴുങ്ങി നോക്കുമ്പോൾ അതിൽ നിന്ന് മറ്റേ താറാവിൻ്റെ കുഞ്ഞുങ്ങൾ വിരിഞ്ഞ് വരുവാണ്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ ഈ നാട്ടിൽ, കൊച്ചു കേരളത്തിൽ നടക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. കാരണം മിക്ക കടക്കാരും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. ചിലപ്പം ഒരുപാട് കോഴിയും കുഞ്ഞുങ്ങളൊക്കെ ആകാനായ മുട്ടയൊക്കെ ആവും നമുക്ക് തരുന്നത്. കാരണം നമ്മളത് എന്തോ ഭാഗ്യത്തിന് വന്ന് കഴിക്കുന്നു, വീട്ടിൽ കൊണ്ടുവന്ന് കറിയാക്കി കഴിക്കുന്നു, അല്ലെങ്കിൽ ഫ്രൈ ആയിട്ട് കഴിക്കുന്നു, അല്ലെങ്കിൽ ഏത് രീതിയിലെ മുട്ട ഉണ്ടാക്കി കഴിക്കുന്നത് വെച്ചാൽ അത് നമ്മുടെ ഒരു ഭാഗ്യം തന്നെയാണ്. വയറ്റിൽ നിന്ന് കുട്ടികളൊന്നും ഈ വയറ്റിൽ പോയിട്ടൊക്കെ കോഴിയല്ല മുട്ട വയറ്റിൽ ചെന്നിട്ട് ഈ കോഴിക്കുട്ടികളോ അല്ലെങ്കിൽ താറാവിൻ്റെ കുട്ടികളൊക്കെ വിരിയാണത്തെ അവസ്ഥ എന്തെന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾ. കാരണം ഇവനൊക്കെ ലാഭം ഉണ്ടാക്കാനായിട്ട് നിൽക്കുക. പൊതുജനങ്ങളെ ഏത് രീതിയിലാണ് ചൂഷണം ചെയ്യുന്നത് എന്ന് വെച്ചിട്ട്, അതായത് പൊതുജനങ്ങളെ കൊല്ലണം എന്നുള്ള രീതിയിലാണ് ഇങ്ങനെയുള്ള ഈ താറാവ് മുട്ടയ്ക്കായിട്ട് വെച്ചുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായില്ലേ? എന്തായാലും ഇദ്ദേഹം സാധനം വാങ്ങിയതിന് ശേഷം വീട്ടിലൊക്കെ ഇപ്പോൾ അറിയുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വീട്ടിൽ കൊണ്ടുപോയി ചെന്ന് നോക്കുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ മനസ്സിലാകുന്നത്. എന്തായാലും അദ്ദേഹം സംസാരിക്കുന്നത് നമുക്കൊന്ന് കേൾക്കാം. 11:30 മണിക്ക് മുട്ട മേടിച്ച് പുഴുങ്ങിയത്. ഈ 4-ലും ഈ 6-ലും കോഴിക്കുഞ്ഞ് ഭയങ്കര നാറ്റവും. നമുക്ക് ഫുഡ് നല്ല രീതിയിൽ കൊടുക്കും, അത്രേ ഉള്ളൂ. നമുക്ക് വേറെ നിർബന്ധമൊന്നുമില്ല. കടയിൽ നിന്നും വാങ്ങിയ താറാവ് മുട്ടകൾ വീട്ടിലെത്തിയപ്പോഴേക്കും തുടർന്ന് ആരോഗ്യ ജീവനക്കാരി പ്രവർത്തകരൊക്കെ വന്നിട്ട് അവിടെ 2 ലേഡീസുകൾ വന്ന് അവിടെ കടകളൊക്കെ പരിശോധിക്കുന്നുണ്ട്. അതിന് ശേഷം അപ്പോൾ ഇദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇത് കേസായിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള പരാതികളായിട്ടൊന്നും നിയമപരമായിട്ടൊന്നും മുന്നോട്ട് പോകാൻ താല്പര്യമില്ല. പിന്നെ ഇപ്പോൾ കംപ്ലൈൻറ്റ് കൊടുക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള പ്രശ്നമാണ്. അപ്പം നല്ല സാധനങ്ങൾ ഈ ആളുകളുടെ അടുത്തുനിന്ന് പൈസ വാങ്ങുന്നത്, ഈ ആളുകളുടെ അടുത്തുനിന്ന് പൈസ വാങ്ങുമ്പോൾ നല്ല സാധനങ്ങൾ വിൽക്കുക. അത് എന്തായാലും മുട്ട എന്നല്ല, ഏതൊരു സാധനം, ഭക്ഷണ സാധനം ആയാലും. മനസ്സിലായില്ലേ? ഈ മനുഷ്യൻ്റെ ഒരു സമ്പൂർണ്ണ ആഹാരമാണ് മുട്ട. എന്നാൽ മുട്ട ചില സമയങ്ങളിലൊക്കെ നമുക്ക് മുട്ട തിന്നു കഴിഞ്ഞാൽ അത് ഛർദ്ദിക്കാനൊക്കെ ആയിട്ട് വരും. അത് വരാൻ കാരണം എന്താ? ഇതുപോലുള്ള ഈ എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബിരിയാറായ കോഴിമുട്ടയോ അല്ലെങ്കിൽ താറാവ് മുട്ടയോ ഇതാണ് ഈ ജനങ്ങൾക്ക് തരുന്നത്. ഇത് നിരപരാധി പാവം ജനങ്ങൾ ഇതൊന്നും സംസാരിക്കുന്നില്ല. കാരണം മുട്ടയെ പറ്റി എന്തെങ്കിലും കംപ്ലൈൻറ്റ് പറഞ്ഞാൽ അവൻ്റെ പിന്നെ മുട്ട വേണമെങ്കിൽ കൊണ്ടുപോയാൽ മതി എന്നുള്ള രീതിയിലുള്ള ഒരു കടക്കാർക്ക് ചില ധാർഷ്ട്യങ്ങളും സംസാരങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു തല്ലും വഴക്കിനും ഒരു പ്രശ്നമാകും. അപ്പോൾ ഇതുപോലുള്ള പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് നേരിട്ട് കടയിൽ പോയി പറയേണ്ട കാര്യമൊന്നുമില്ല. നേരിട്ട് ആ കടയായിട്ട് ബന്ധപ്പെട്ടിട്ട് ആ കടയുടെ മൊബൈൽ നമ്പറും ഡീറ്റെയിൽസും വെച്ചിട്ട് നമ്മളൊരു കംപ്ലൈൻറ്റ് കൊടുക്കുക. ഒന്നെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് കൊടുക്കുക, അല്ലെങ്കിൽ ഇതുപോലെ തന്നെ ആരോഗ്യ വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ഒരു കംപ്ലൈൻറ്റ് കൊടുക്കുക. എന്തായാലും ബാക്കിയും കൂടി കേൾക്കാം. ഭയങ്കര നാറ്റവും. കടക്കാരൊന്നും പറഞ്ഞില്ല. നമ്മൾ അതേ കണക്ക് കൊണ്ടുവന്ന് നമ്മൾ നേരെ മുനിസിപ്പാലിറ്റി പോയി കംപ്ലൈൻറ്റ് ചെയ്തു, നിങ്ങളെയും വിളിച്ച് അറിയിച്ചു. ഇത്ര തന്നെ. ഇങ്ങനെയുള്ള മുട്ട ആരൊക്കെ കൊടുക്കാൻ പാടില്ല. ഒരു ഫുഡ് ഐറ്റംസും ഇങ്ങനെ ആരൊക്കെ കൊടുക്കാൻ പാടില്ല. വർക്കല പുത്തൻചന്ത മാർക്കറ്റിന് മുൻവശത്ത് പ്രവർത്തിക്കുന്ന പച്ചക്കറി കടയിൽ നിന്നാണ് ഇയാൾ താറാവിന്റെ മുട്ടകൾ വാങ്ങിയത്. എന്നാൽ വീട്ടിലെത്തി നോക്കിയപ്പോഴേക്കും മുട്ടകൾ വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ പുറത്തു വരുന്ന സ്ഥിതിയിൽ. ഗുണനിലവാരമില്ലാത്ത സാധനങ്ങൾ കണ്ടില്ലേ? അപ്പോൾ ഇതാണ് കാര്യങ്ങളൊക്കെ നടക്കുന്നത്. പിന്നെ ഇദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ആരോഗ്യ വകുപ്പൊന്നും വേണ്ട രീതിയിൽ ഇത് പിന്നെ കൈകാര്യം ചെയ്യുന്നില്ല. ആദ്യം മുനിസിപ്പാലിറ്റി അധികൃതരെയാണ് വിവരം അറിയിച്ചത്. അതിന് ശേഷം ഇവരെ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും അവർ വന്നതിന് ശേഷം നോക്കുന്നുണ്ട്. അപ്പോൾ ഈ തൃപ്തികരമല്ല ഇദ്ദേഹത്തിന് ഇവരുടെ ഈ നോട്ടങ്ങളും കാര്യങ്ങളൊന്നും. കാരണം എന്താണെന്ന് വെച്ചാൽ, ജനങ്ങളെ ഇവർക്ക് ഇനി ഇതിൽ ഒരു അനാസ്ഥ കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കടക്കാരൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഭീഷണിയോ
അതല്ലെങ്കിൽ ഇനി പ്രോത്സാഹനങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള അറിയത്തില്ല. വല്ല കൈമുടക്ക് കൊടുക്കുക, അതായത് പൈസയും കൈക്കൂലി അതുപോലുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അവർക്ക് ഈ കാര്യത്തിൽ ഒരു അനാസ്ഥ കാണിക്കുന്നു എന്ന് പറഞ്ഞിട്ട് നഗരസഭ ആരോഗ്യ ജീവനക്കാരുമായിട്ട് അവർക്കൊരു കംപ്ലൈൻറ്റ് കൊടുക്കുന്നുണ്ട്. നമുക്ക് അതും കൂടെ ഒന്ന് കാണാം. കംപ്ലൈൻറ്റ് കൊടുക്കുന്ന ആ ഭാഗം ഇത് വാർത്ത പറയുന്നത് കേൾക്കാം. ഓക്കെ. താല്പര്യമില്ല, പക്ഷെ ഒരു പാവങ്ങൾക്കും നല്ല പൈസ കൊടുത്താൽ നല്ല സാധനം കൊടുക്കുക, ഇത്രയേ ഉള്ളൂ. ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും കൃത്യമായ പരിശോധനകൾ ഉണ്ടാകുന്നില്ല എന്നും ഇയാൾ കൂട്ടിച്ചേർത്തു. സംഭവവുമായി ബന്ധപ്പെട്ട ലാൽ വർക്കല നഗരസഭ ആരോഗ്യ വിഭാഗത്തിന് ഔദ്യോഗികമായി പരാതി നൽകിയിരിക്കുകയാണ്. 6 മുട്ട നമ്മൾ മേടിച്ചു. അത് 6 മുട്ടയും കൊണ്ട് പുഴുങ്ങി നോക്കുമ്പോൾ അത് 6 മുട്ടയും ഡാമേജാണ്. അതുകൊണ്ടാണ് നമ്മൾ കംപ്ലൈൻറ്റ് ചെയ്തത്. നമുക്ക് ഫുഡ് നല്ല രീതിക്ക് കൊടുക്കുക, അത്രയേ ഉള്ളൂ. നമുക്ക് വേറെ നിർബന്ധമൊന്നുമില്ല. പരാതിയുടെ അടിസ്ഥാനത്തിൽ ബന്ധപ്പെട്ട അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ജനങ്ങളെ ഏത് രീതിയിലാണ് ഇന്ന് കടക്കാർ പറ്റിക്കാൻ നോക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് രീതിയിലും കുത്തിക്കൊള്ളിച്ച് അവർക്ക് അവരുടെ മുട്ട ചിലവാണ്. ഇത് ജനങ്ങൾ ഇത് തിന്നിട്ട് ചില ജനങ്ങൾ ചത്തുപോകും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അസുഖമാകും. എന്തായാലും സമ്മതിച്ചു കേട്ടോ. കാരണം ഇങ്ങനെയുള്ള കടകളൊക്കെ അടച്ച് സീൽ ചെയ്ത് പൂട്ടേണ്ട സമയമായി. കാരണം അവിടെ പച്ചക്കറി മാർക്കറ്റുമാണ്, എന്തോ ഒരു വലിയ സൂപ്പർ പച്ചക്കറി കടയും മുട്ടയോ ഒക്കെ ഉള്ള ഒരു കട തന്നെയാണ്. മനസ്സിലായില്ല. പച്ചക്കറി മാത്രമല്ല, പച്ചക്കറി, പഴം, മറ്റേത് മറിച്ചത് എല്ലാതും ഉണ്ട് അവിടെ, എല്ലാം ഉണ്ട് അവിടെ, കാണുന്നുണ്ട്. പക്ഷേ ഈ മുട്ടയും ഒക്കെ കൊടുക്കുമ്പോൾ അത് ശ്രദ്ധിക്കണത്. ഈ നാളെ വരെ പാമ്പിൻ്റെ മുട്ട എടുത്ത് വെച്ചിട്ട് അതും കൊടുത്താൽ എന്ത് ചെയ്യും? ഇതൊക്കെ ഇങ്ങനെയുള്ള ആരോഗ്യ ഫുഡ് ഇൻസ്പെക്ടർമാർ, ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരും ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥരും അതുപോലുള്ള ഈ മെയിൻ പിന്നെ ഉദ്യോഗസ്ഥരൊക്കെ ഇതൊന്ന് ചെക്ക് ചെയ്യണം. അതുപോലെ തന്നെ ചില ഹോട്ടലുകളിൽ കൊടുക്കുന്ന ഭക്ഷണങ്ങളൊക്കെ വളരെ ചവറ് ഭക്ഷണങ്ങളാവും. ചിലപ്പോൾ 2 ദിവസം പഴക്കമുള്ളതൊക്കെ ആവും ചിലപ്പോൾ ഉണ്ടാക്കിയിട്ട് ചൂടാക്കിയിട്ടൊക്കെ തരുന്നത്. അത് തിന്നുമ്പോൾ അറിയാം. മനസ്സിലായില്ലേ? ഈ അധികം കൊച്ചി കേന്ദ്രമായിട്ട് പ്രവർത്തിക്കുന്ന ഹോട്ടലുകളിലൊക്കെ ഒരു മിന്നൽ പരിശോധന, ഒരു മിന്നൽ റെയ്ഡ് നടത്തുന്നത് നല്ലതാണ്. കൊച്ചി, തിരുവനന്തപുരം, കാരണം ചവറ് സ്ഥലങ്ങളാണ് ഇവിടെയൊക്കെ. അതുപോലുള്ള ആൾക്കാരുടെ അതേ സ്വഭാവമാണ്, അവിടെയുള്ള ആൾക്കാരുടെ അതേ സ്വഭാവമാണ് അവിടെ ഹോട്ടലുകളിൽ ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞാലും. ഈ കൊച്ചിയും തിരുവനന്തപുരവും മെയിനായിട്ട്. പിന്നെ കൊല്ലമുണ്ട്, കൊല്ലവും കണക്ക് തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ മെയിൻ ഈ വലിയ ഹോട്ടലുകൾ, നഗരങ്ങളിലൊക്കെ ഉള്ള ഹോട്ടലുകളിൽ ഒരു മിന്നൽ പരിശോധന, ഒരു മിന്നൽ റെയ്ഡ് നടത്തുന്നത് ഏറ്റവും നല്ലതാണ്. എന്തൊക്കെ സാധനങ്ങൾ ശവ കൊടുക്കുന്നതെന്നുള്ള അറിയത്തില്ലല്ലോ. എന്നിട്ട് അതിന് 10, 150, 200 ഒരു പ്ലേറ്റ് ബീഫിന് ആകെ ഒരു ഇത്ര ഉണ്ടാവും. ഈ കൈവെള്ളയുടെ വലുപ്പമുള്ള പാത്രം ഉണ്ടാകത്തുള്ളൂ. മനസ്സിലായില്ലേ? അതിന് വാങ്ങുന്നത് പിന്നെ കണക്കിക്കൊള്ളാത്ത ഒരു വില. കാരണം വിലയൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോകുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഈ സ്ഥാപനങ്ങൾ, കടകളായാലും ഹോട്ടലുകളായാലും വെറും മുട്ട മാർക്കറ്റ് മാത്രമാണെന്നുണ്ടെങ്കിലും അവിടെ ശ്രദ്ധിക്കണം. മുട്ട മാർക്കറ്റിൽ പോകണം. അവിടെ ഉണ്ടാവും ഇതേപോലെ പൊട്ടിയതും കോഴിക്കുഞ്ഞ് വിരിഞ്ഞതും ബിരിയാണി ഇരിക്കുന്നതും ഇന്ന് രാത്രി 12 മണി കഴിഞ്ഞാൽ നാളെ രാവിലെ പുലർച്ചെ വിരിയുന്നതും അങ്ങനത്തെ ഒക്കെ ഉണ്ടാവും. അങ്ങനെയുള്ളതൊക്കെ ആവും നമ്മുടെ ഈ ആളുകൾ വാങ്ങുന്ന. ആളുകൾക്ക് അറിയത്തില്ലല്ലോ. ഇപ്പം മുട്ട നോക്കുമ്പോൾ പുറമേ നോക്കുമ്പോൾ നല്ല വെള്ള കളറ്, വേറെ കുഴപ്പമൊന്നും കാണുന്നില്ല. ശരി, ഓക്കെ. 1 കിലോ മുട്ട വാങ്ങിക്കഴിഞ്ഞാൽ 1 കിലോ മുട്ടയ്ക്ക് 1 കിലോ മുട്ട എന്ന് പറയുമ്പോൾ എത്ര മുട്ടയാണ്? എത്ര ആയിക്കോട്ടെ. ഇനിയിപ്പോൾ 4 മുട്ട വാങ്ങിയാലും 5 മുട്ട വാങ്ങിയാലും മുട്ട തന്നെയല്ലേ. പക്ഷേ അതിൻ്റെ ഉള്ളിൽ കേടുണ്ടെന്നുള്ളത് നമുക്ക് പുറത്തു നോക്കി അറിയത്തില്ല. മനസ്സിലായില്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള കടകൾ അടച്ച് പൂട്ടുകയാണ് വേണ്ടത്. ഇത് ജനങ്ങളെ കൊല്ലാനായിട്ട് വിഷം കുത്തിവെക്കുന്ന കടകൾ. ഈ മുട്ടയിൽ ഈ കോഴിക്കുഞ്ഞ് വിരിയെന്ന് പറയാം, അത് ഒരു തരം വിഷമാണ്. മനസ്സിലായില്ലേ? മുട്ടയായിട്ടിരിക്കണം. മുട്ട എന്ന് പറയുമ്പോൾ ഒരു മുട്ട കിട്ടിക്കഴിഞ്ഞാൽ ആ മുട്ട ആകണം. അല്ലാതെ ഈ 10 ദിവസവും 15 ദിവസവും കഴിഞ്ഞിട്ട് കോഴി വിരിയാറായതും അല്ല താറാവ് വിരിയാറായതും ഇങ്ങനെയുള്ളതൊക്കെയാണ് മനുഷ്യന്മാർക്ക് കൊടുക്കുന്നത്. ഇത് ശരിക്കും ആരോഗ്യ വകുപ്പ് തന്നെ ശരിക്കും ഇടപെടണം. അതുപോലെ ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, പിന്നെ പോലീസ് മെയിൻ ആയിട്ട് ഇങ്ങനെയുള്ള ഈ സ്ഥാപനങ്ങൾ അടച്ചു പൂട്ടാനുള്ള നടപടി എടുക്കുക. ഇതൊന്നും തുറക്കാൻ അനുവദിക്കരുത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവനൊക്കെ ചിലപ്പോൾ ഇത് തുറന്നിട്ടാവും ജീവിക്കുന്നത്. പക്ഷേ ഈ ആൾക്കാരെ ഇങ്ങനെ ഊമ്പിച്ചിട്ട് കൈ കൊടുത്തിട്ട് നക്കി നാരായണക്കല്ല് പിടിപ്പിക്കുന്ന പരിപാടി. മനസ്സിലായില്ലേ? ശരി, എന്നാൽ നിർത്തുന്നു. ഓക്കെ.